മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ പലവർക്കും അവകാശപ്പെടാൻ പറ്റാത്ത സോളോ 100 crores എന്ന നേട്ടം ആ ചെറുപ്പക്കാരൻ നേടിയെടുക്കുന്നത് 23-ാം വയസ്സിലാണ്. മധുരരാജ എന്ന മമ്മൂട്ടി സിനിമയിൽ ഒരു മിന്നായം പോലെ കണ്ട ഈ പയ്യൻ പിന്നീട് നടന്നു കയറിയത് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു മാറ്റിവെക്കാൻ പറ്റാത്ത നടനായാണ്. സുഹൃത്ത്, ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നസ്ലിൻ ഇവിടെ വരെ എത്തിയത് സിനിമയിലുള്ള സൗഹൃദ ബന്ധമോ രക്തബന്ധമോ കൊണ്ടൊന്നുമല്ല, ഒറ്റയ്ക്ക് ആത്മവിശ്വാസത്തോടെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇന്ന് പറയാൻ പോകുന്ന നസ്ലിൻ്റെ കഥയാണ്. നസ്ലിൻ്റെ കഥയായിട്ട് മാത്രം കൂട്ടണ്ട, ഇപ്പോഴുള്ള ഇഷ്യൂ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഇത്രയും ഹേറ്റ് നസ്ലിന് വരുന്നു. വർഷം 2000, കേരളത്തിലെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നസ്ലിൻ ജനിക്കുന്നത്. സുഹൃത്തെ, ഒരു കോളേജ് പഠന സമയത്താണ് നസ്ലിന് സിനിമയിലോട്ട് വലിയ താല്പര്യം വരുന്നത്. അഭിനയിക്കണം, സിനിമയാണ് എൻ്റെ വഴിയെന്ന് തീരുമാനമെടുക്കുന്നത് കോളേജിലാണ്. അങ്ങനെ സിനിമയാണ് എൻ്റെ വഴിയെന്ന് തീരുമാനിച്ച നസ്ലിൻ ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ്. സുഹൃത്ത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സിനിമയിൽ എന്നാ പറയത്തക്ക രക്തബന്ധമോ സൗഹൃദ ബന്ധമോ നസ്ലിൻ അന്ന് ഇല്ല. അന്ന് ആകെ നസ്ലിന് കൂട്ടായിട്ടുള്ളത് സിനിമയിൽ ഞാൻ കഷ്ടപ്പെടും, സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ള മനസ്സുറപ്പായിരുന്നു. വർഷം 2019, നസ്ലിന് തൻ്റെ ആദ്യത്തെ സിനിമ കിട്ടുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന തണ്ണീർമത്തൻ ദിനങ്ങൾ. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, തണ്ണീർമത്തൻ ദിനങ്ങളുടെ ഓഡീഷൻ സമയത്ത് ഒരു ഡയലോഗ് പോലും നസ്ലിനെ കൊണ്ട് അന്ന് പറയിപ്പിച്ചില്ല. അല്ലാതെ തന്നെ ആ ചെറുപ്പക്കാരനെ ആ ഓഡീഷൻ ചെയ്യുന്നവർ സെലക്ട് ചെയ്യുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, പുള്ളിയുടെ അന്നത്തെ ലുക്ക് ആ ഒരു ക്യാരക്ടറിന് പറ്റിയതായിരുന്നു. സുഹൃത്തെ, തണ്ണീർമത്തൻ ദിനങ്ങളിൽ മെൽവിൻ എന്ന ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പ്രശംസയും നസ്ലിന് വരികയാണ്. പക്ഷേ ആദ്യ സിനിമ കൊണ്ട് ആയില്ല. ആദ്യ സിനിമയ്ക്ക് ശേഷം നസ്ലിൻ എടുത്ത തീരുമാനങ്ങളാണ് പിന്നീട് നസ്ലിനെ ഈ ലെവലിൽ കൊണ്ടെത്തിച്ചത്. തണ്ണീർമത്തൻ ദിനങ്ങളിലെ ഡയലോഗ് പോലെ തന്നെ ബുദ്ധിയാണ് സാറേ ഇവന്റെ മെയിൻ. നസ്ലിൻ ചൂസ് ചെയ്ത പടങ്ങളെല്ലാം വ്യത്യസ്തമായിരുന്നു. വരനെ ആവശ്യമുണ്ട്, കുരുതി, മകൾ, ഹോം, നെയ്മർ, ജോ ആൻഡ് ജോ, സൂപ്പർ ശരണ്യ, അങ്ങനെ ഒരുപാട് പടങ്ങൾ. ബട്ട് എടുക്കുന്ന പടങ്ങളിൽ നസ്ലിൻ സ്ക്രീനിൽ വരുമ്പോൾ ഹി ഹാസ് ദ പ്രസൻസ്. നസ്ലിൻ്റെ ഒരു ഹ്യൂമർ സെൻസും ആ ഒരു ക്യൂട്ട്നെസ്സും ഒരു ചാം ബോയ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു നസ്ലിനോട്. പുള്ളിക്കാരൻ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഒരു ഹ്യൂമർ സെൻസ്, ഒരു സന്തോഷം എല്ലാവരിലും ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ നസ്ലിൻ ബിൽഡ് ചെയ്യുകയായിരുന്നു. വേറൊരു കാര്യം, തണ്ണീർമത്തൻ ദിനങ്ങൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത പടം വരണേ ആവശ്യമുണ്ട്. ഈ സിനിമയിൽ നമ്മളെല്ലാം വിചാരിക്കും ഒരു ഹ്യൂമർ ഫണ്ണി ക്യാരക്ടർ ആയിരിക്കും. ബട്ട് നസ്ലിൻ അവിടെയാണ് ഷോ ചെയ്തത്. ദുൽഖറിൻ്റെ ഇമോഷണൽ ഫ്ലാഷ് ബാക്ക് സീൻ പ്രോപ്പറായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തു. പിന്നീട് വന്ന കുരുതി എന്ന സിനിമ ഇതൊക്കെ പ്രൂവ് ചെയ്യുന്നത് നസ്ലിന് വേറെ വേഷങ്ങളും ചേരുമെന്നാണ്. പിന്നീട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു യൂത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സിനിമാസ് ഇറങ്ങി തുടങ്ങി. ആൻഡ് അവിടെയാണ് നസ്ലിൻ്റെ ഗ്രാഫ് ഉയർന്നത്. നസ്ലിൻ വാസ് എ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. വർഷം 2024, ഗിരീഷ് ഷെഡിയുടെ അടുത്ത സിനിമ പ്രേമലു. സച്ചിൻ എന്ന ക്യാരക്ടറിന് എന്താണോ ആവശ്യം അത് കറക്റ്റായിട്ട് നസ്ലിൻ ഡെലിവർ ചെയ്തു. പലവർക്കും അവകാശപ്പെടാൻ പറ്റാത്ത സോളോ 100 crores എന്ന നേട്ടം ആ ചെറുപ്പക്കാരൻ നേടിയെടുക്കുന്നത് 23-ാം വയസ്സിലാണ്. ഈ ഒരു ജമ്പ് ആരും പ്രതീക്ഷിച്ചില്ല. 3 കോടി രൂപയ്ക്ക് ഇറങ്ങിയ പടം 136 കോടി രൂപയാണ് ഉണ്ടാക്കിയത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നസ്ലിൻ സിനിമകൾ ചൂസ് ചെയ്യുന്നൊരു രീതിയുണ്ട്, വേഴ്സറ്റൈലായിരിക്കും. അങ്ങനെ അടുത്ത പടം ആലപ്പുഴ ജിംഖാന. നല്ലൊരു ബോഡി ട്രാൻസ്ഫോർമേഷനും എൻറ്റയർലി ഡിഫറൻ്റ് ഒരു സിനിമ. ആ ചലഞ്ചും നസ്ലിൻ ഏറ്റെടുക്കുകയാണ്. ആലപ്പുഴ ജിംഖാന തിയേറ്ററിൽ ഒരു ഹിറ്റായി മാറുകയാണ്. മമ്മൂട്ടി സിനിമയ്ക്ക് ചെക്ക് വെച്ച് ആലപ്പുഴ ജിംഖാന ഓടിയപ്പോൾ നസ്ലിൻ്റെ താരമൂല്യം വീണ്ടും വർദ്ധിക്കുകയാണ്. എന്നാൽ സംവിധായകനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പുറകെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് നസ്ലിൻ ഉണ്ടായത്. പ്രേമലു 2 ഉടനെ ഉണ്ടാകില്ല, അതിൽ കുറച്ച് സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് നിർമ്മാതാവ് ദിലീഷ് പോത്തൻ പറഞ്ഞതോടെ ഈ വിമർശനങ്ങളുടെ അളവ് കൂടുകയാണ്. എന്നാൽ നസ്ലിൻ ഇതിനകത്തൊന്നും തളർന്നിട്ടില്ല. ഹേറ്റേഴ്സ് ഗോണ ഹേറ്റ്. നസ്ലിൻ്റെ അടുത്ത മൂവി മോളിവുഡ് ടൈംസ് ആണ്. സുഹൃത്ത്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നസ്ലിൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഈ ഒരു താരമൂല്യം സ്വന്തമാക്കിയത്. സിനിമയിൽ ഒരു പിൻബലം പോലും ഇല്ലാതെയാണ് ഇത്രയും എത്തിച്ചത്. ഇറ്റ്സ് എ ബിഗ് മോട്ടിവേഷൻ ഫോർ ന്യൂ കമേഴ്സ്. സിനിമയിൽ പുതിയതായിട്ട് വരുന്ന ഓരോ ആൾക്കാർക്കും ഇതൊരു വലിയ പ്രചോദനമാണ്. സുഹൃത്ത്, ഇതായിരുന്നു നസ്ലിൻ്റെ കഥ. ഇതേപോലെ ഹോണ്ടയുടെ കഥ, പല കഥകളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ കീപ് സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ്.